ഇനി നമുക്ക് അളന്ന് നോക്കാം എത്ര ലെങ്ത്തിന് വ്യത്യാസം വന്നു എന്നുള്ളത്. ഹായ്, അങ്ങനെ ഞാൻ ഒരു മാസം ഈ യാവോ സ്ത്രീകൾ എങ്ങനെയാണോ റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ മുടിക്ക് റൈസ് വാട്ടർ യൂസ് ചെയ്ത് നോക്കി. എന്നിട്ട് ആ ഒരു മാസത്തിൽ എനിക്ക് എന്തൊക്കെ ചേഞ്ച് മുടിയിൽ വന്നു, ടെക്സ്ചർ വൈസ് ആണെങ്കിലും മുടിക്ക് ലെങ്ത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ യാവോ സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ മുടിയിൽ റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നത് ആ റെസിപ്പി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് വെച്ച് എന്നിട്ടാണ് നമ്മുടെ ഈ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 മന്താണ് ഫോളോ ചെയ്തത്. വീക്ക് 1, 2, 3 ഇത് 4th വീക്കാണ്. അങ്ങനെ ഓരോ ആഴ്ചയിലും ചെയ്ത കാര്യങ്ങൾ ഞാൻ വീഡിയോ ആക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് വീക്ക് 4 ആണ്. പിന്നെ ഒരു കാര്യം, വീക്ക് 3 എന്താണോ നമ്മൾ ചെയ്തത് അത് തന്നെയാണ് വീക്ക് 4 ചെയ്യുന്നത്. സോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. സെയിം വീക്ക് 3 എന്തൊക്കെയാണോ ചെയ്തത് അത് തന്നെയാണ് വീക്ക് 4 പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഈ 1 മന്ത് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണ്ടേ. നമ്മുടെ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടോ, ടെക്സ്ചറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, മുടിയിൽ എന്തൊക്കെയാണ് വ്യത്യാസം, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമോ, ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. പ്ലസ് സ്ഥിരമായിട്ട് നമ്മുടെ കമൻസിൽ വരുന്നൊരു കാര്യമാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് പറ്റിയ ഹെയർ കെയർ റൂട്ടീൻ, നല്ല എഫക്റ്റീവായിട്ടുള്ള, ഇപ്പോൾ മുടി കൊഴിച്ചിൽ, താരൻ, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ മാറാൻ സഹായിക്കും. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ കെയർ റൂട്ടീനെ ഷെയർ ചെയ്യാമോന്ന്. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന ഹെയർ കെയർ റൂട്ടീനും ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ വേറെ പ്രൊഡക്ട്സിൻ്റെ സജഷൻസും ഞാൻ പറയാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 101% നമുക്ക് റിസൾട്ട് കിട്ടുന്ന മെത്തേഡാണ്. വളരെ സിമ്പിളാണ്, ആകെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെയർ കെയർ റൂട്ടീൻ നോക്കാം, എന്നിട്ട് റൈസ് വാട്ടർ റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഹെയർ കെയർ റൂട്ടീനിൽ മെയിനായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഹെയർ ഓയിലിംഗ് ചെയ്യണം, ഷാംപൂ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തല കഴുകി വന്നു കഴിഞ്ഞിട്ട് മുടി ഒരുപാട് കച്ചി പോലെ ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് സെറമോ അല്ലെങ്കിൽ ഇച്ചിരി ഓയിലോ വല്ലോ മുടിയുടെ അറ്റത്തുനിന്ന് പുരട്ടും, മുടി എന്നാൽ ഒരു ഫ്രിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഡെയിലി ബേസിസിൽ ഞാൻ തല കഴുകാറില്ല. മെയിൻ കാര്യം, എൻ്റെ മുടി നല്ല ഡ്രൈ ആണ്, അതുപോലെ എൻ്റെ സ്കാൽപ്പും ഡ്രൈ ആണ്. അപ്പം ഡെയിലി തല കഴുകിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഷാമ്പൂം കൂടെ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ ആ എണ്ണമയം തലയിൽ നിന്ന് തന്നെ അങ്ങ് പോവും. പിന്നെ മുടി എപ്പോഴും ഭയങ്കര ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആഴ്ചയിൽ 3 തവണയാണ്, മാക്സിമം 4 തവണയാണ് തല കഴുകാറുള്ളത്. മോസ്റ്റ്ലി 3 ദിവസമാണ്, കാരണം ബുധനാഴ്ച ഒരു ദിവസം കഴുകും, അതായത് ജസ്റ്റ് എണ്ണ പുരട്ടി ഷാംപൂ ചെയ്യും. പിന്നെ ഉള്ളത് വെള്ളിയാഴ്ച, അതും എണ്ണ പുരട്ടി ഷാംപൂ ചെയ്യും. പിന്നെ ഉള്ളത് ഞായറാഴ്ചയാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. അവിടെ എണ്ണ പുരട്ടി ഷാംപൂ ചെയ്ത്, ഷാംപൂവിന് മുന്നേ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് സെറം അപ്ലൈ ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. സൺഡേസിലാണ് ഞാനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് നേരം എടുത്ത് ഹെയർ കെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള 2 ദിവസം എണ്ണ പുരട്ടി ഷാംപൂ ചെയ്ത് സെറം അപ്ലൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ്. അപ്പോൾ ഇതിൽ ആകെ എനിക്ക് 2 പ്രൊഡക്ട്സാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഈ 2 പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് എണ്ണ, ഹെയർ ഓയിലിങ്ങിന്. ഹെയർ ഓയിൽ ഞാൻ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ കാച്ചി കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഹെയർ ഓയിലിൻ്റെ റെസിപ്പീസ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അത് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഹെയർ ഓയിലിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ മുരിങ്ങയില പൊടിയും കൂടെ ചേർക്കും. മുരിങ്ങയില പൊടി എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതൊരു വിറ്റമിൻസിൻ്റെ ഒരു ഭണ്ഡാരമാണെന്ന് പറയാം. കാരണം അതിനകത്ത് ഇഷ്ടംപോലെ ന്യൂട്രിയൻസ് ഉണ്ട്. ഞാൻ ഇവിടെ കൊടുക്കാം, ഇഷ്ടംമാതിരി ന്യൂട്രിയൻസ് ഉണ്ട്. നമുക്കത് കഴിക്കുകയാണെങ്കിലും സ്കിന്നിന്, ഹെയറിനൊക്കെ നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഹെയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യുമ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മുടി വളരാൻ തൊട്ട് തുടങ്ങി മുടിയുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഈ ഒരു കൂട്ടിന് നമ്മളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കും. അത് കഴിഞ്ഞിട്ട് അത് ഫുൾ തലയിൽ, സ്കാൽപ്പിൽ മെയിനായിട്ട് തേച്ച് പിടിപ്പിക്കും. ബാക്കിയുള്ളത് മുടിയിലും അപ്ലൈ ചെയ്യും. എന്നിട്ട് ഇതൊരു 1 മണിക്കൂറെങ്കിലും ഞാനിത് തലയിൽ വെക്കും. പിന്നെ ഇതുപോലെ കയ്യോന്നി, കൊഴുപ്പ, ബ്രഹ്മിയൊക്കെ ചേർത്തിട്ട് അമ്മച്ചമ്മ ഇങ്ങനെ എണ്ണ കാച്ചി തന്നു വിടാറുണ്ട്. സോ അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിലും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചില സമയത്ത് കിട്ടത്തില്ല. ഇപ്പോൾ തന്നെ മഴയുള്ള സമയത്തൊക്കെയാണ് ആ ഇലകൾ കൂടുതൽ കിട്ടുന്നത്, അല്ലാത്തപ്പോൾ കിട്ടാറില്ല. കിട്ടുന്ന സമയത്ത് ഇതുപോലെ അരച്ച് പിഴിഞ്ഞ് എണ്ണയാക്കി വെക്കാറാണ് പതിവ്. അതുപോലെ നമ്മൾ അബ്രോഡാണ്, സിറ്റിയിലൊക്കെ താമസിക്കും, ഈ ഇലകളൊന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഓയിലിൻ്റെ സജഷൻ ഞാൻ പറയാം. ഈ ബി ബോഡി വൈസിൻ്റെ ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് ഈ മിനറൽ ഓയിൽസ് അങ്ങനത്തെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത നോൺ സ്റ്റിക്കി ആയിട്ടുള്ള നല്ലൊരു ഓയിലാണ്. ഇതിലും ബ്രഹ്മി, ഭൃംഗരാജൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ്. സോ നല്ലൊരു സജഷനാണ്, നമുക്ക് ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓയിലും കൂടാണ്. ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക, ഓയിൽ ചെയ്യുക. ഓയിലിങ് മസ്റ്റാണ്. നന്നായിട്ട് ഓയിൽ ചെയ്ത് മസാജ് ചെയ്യുക. ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കാം.
അപ്പോൾ ഈ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാക്ക് ഞാൻ തയ്യാറാക്കി വെക്കും. പാക്കിന് ആവശ്യമുള്ളതും ആകെ 2 ചേരുവയാണ് മെയിനായിട്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുരിങ്ങയില പൊടിയും പിന്നെ വേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ ആ ഓയിലും. അതായത് എൻ്റെ ഹെയർ ലെങ്ത്തിന് 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ മുരിങ്ങയില പൊടി എടുക്കും. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഈ ഓയിലില്ലേ ഏത് ഓയിലാണോ അതും. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരില്ലേ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുകയാണ് നല്ലത്. തൈര് ഇല്ലെങ്കിൽ സാധാ വെള്ളത്തിലായാലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടെ എന്നിട്ടൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ടൊരു ഇത് കുറച്ച് നേരം വെച്ചേക്കുക. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് അത് കുതിർന്ന് കയറാൻ വേണ്ടിയിട്ട് വെക്കുക. അത് കഴിഞ്ഞ് ഒരു കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഒന്നുകൂടെ എടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് തലയിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം സാധാ വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ഷാമ്പു വെച്ചിട്ട് തല നന്നായിട്ട് വാഷ് ചെയ്യാം. ഷാമ്പു ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഈ SLS, പാരബൻസ് അങ്ങനെ സൾഫേറ്റ് ഒന്നും അടങ്ങാത്ത ഹാർംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത ഷാമ്പു യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനും ബി ബോഡി വൈസിലെ ഈ ഒരു ഷാമ്പു വളരെ നല്ലതാണ്. ഇതും SLS, പാരബൻസ് ഒന്നും ഇല്ലാതെ വളരെ മൈൽഡ് ആയിട്ടുള്ള ജെൻറ്റിൽ ആയിട്ടുള്ളൊരു ഷാമ്പു ആണ്. നന്നായിട്ട് നമ്മുടെ മുടി എന്താ പറയുക ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേളി ഗേൾ മെത്തേഡൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതല്ലാതെ നമുക്ക് കോംബോ പോലെ നമുക്ക് കോമ്പിനേഷനിൽ വാങ്ങിക്കാൻ കിട്ടും. അതായത് ഹെയർ ഓയിൽ, ഷാമ്പൂ, പിന്നെ ഒരു ഗമ്മി, അങ്ങനെ പല വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഹെയർ ഓയിൽ വരും, ഷാമ്പൂ വരും, അതുപോലെ തന്നെ ഒരു ഗമ്മി വരും. ഗമ്മീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മുടിക്ക് വളരാൻ ആവശ്യമുള്ള ബയോട്ടിൻ, സിങ്ക്, മൾട്ടി വിറ്റാമിൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ അത് കഴിക്കുന്ന വഴി നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം തന്നെ മുടിയിൽ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഗമ്മീസ് എന്ന് പറയുമ്പം 30 ഗമ്മീസോളം വരുന്നുണ്ട് ഇതിനകത്ത് ഈ ഒരു പാക്കറ്റിൽ. അപ്പോൾ ഇതൊരു കോംബോ ഓഫറിൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രൈസിനും വ്യത്യാസം വരും. അപ്പോൾ ഇവരുടെ സൈറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഷാമ്പൂ ചെയ്ത ശേഷം കുറച്ച് ആ ഒരു വെള്ളമയം ഉള്ളപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു സെറം അപ്ലൈ ചെയ്യും. സെറം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഓയിലില്ലേ അതൊരു 1-2 തുള്ളി കയ്യിലിങ്ങനെ എടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് മുടിയുടെ അറ്റത്തും ലെങ്ത്തിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. കാരണം എൻ്റെ മുടി നല്ല ഡ്രൈ ആണ്. മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് മുമ്പായിട്ട് നല്ല എന്താ പറയുക കച്ചി പോലെ ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും ടൈം ചെയ്തിരുത്താൻ വേണ്ടി കുറച്ച് എണ്ണ എടുത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുക. അതുമല്ലെങ്കിൽ ഈ ലിവോൺ പോലത്തെ ഏതെങ്കിലും സെറമോ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അതുമല്ലെങ്കിൽ പാരഷൂട്ടിൻ്റെ ജാസ്മിൻ ഹെയർ ഓയിലില്ലേ അതൊക്കെ നോൺ സ്റ്റിക്കിയാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഈ ബി ബോഡി വൈസിൻ്റെ ഹെയർ ഓയിലും വളരെ നോൺ സ്റ്റിക്കാണ്, വളരെ ലൈറ്റാണ്. അതായാലും കുറച്ചെടുത്തിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മുടി ഉണങ്ങാനായിട്ട് വിടുക. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഹെയർ കെയർ ചെയ്യുന്നത്. നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് 1 മന്ത് റൈസ് വാട്ടർ അപ്ഡേറ്റ് എന്തായെന്ന് പറയാം. അപ്പോൾ ആദ്യം ഇഷ്ടപ്പെടാഞ്ഞ കാര്യം പറയാം, എന്നിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്നും പറയാം. ഓക്കെ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറച്ചേറെ ഉണ്ട്. ഇഷ്ടപ്പെടാഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ റൈസ് വാട്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ മുടി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ഒക്കെ അളവ് കൊണ്ട് തന്നെ മുടി കുറച്ചും കൂടെ ഒന്ന് ലൈക്ക് ക്രിസ്പാവുന്നൊരു ഫീലിംഗ് ഉണ്ട്. സോ അതിന് മെയിനായിട്ട് മുടി കഴുകി മുടി ഉണങ്ങുന്നതിന് മുന്നായിട്ട് സെറം അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുടി ഉണങ്ങി കഴിയുമ്പോഴെങ്കിലും സെറം അപ്ലൈ ചെയ്തൊന്ന് ടൈം ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ എന്താ കമ്പ് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്, എസ്പെഷ്യലി ഡ്രൈ ഹെയറിൽ. ഓയിലി ഹെയറിൽ അത്രയും പ്രശ്നമില്ല. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതാണ് ഇച്ചിരി നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മുടി കുറച്ച് ഫുമ്മിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രം എനിക്കൊരു ഇച്ചിരി ഇഷ്ടപ്പെടാനുണ്ട്. ഇനി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഡാൻഡ്രഫ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വകുപ്പൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചുരണ്ടി നോക്കിയാലും ഈ സ്കാൽപ്പ് നല്ല സ്ക്വീക്കി ക്ലീൻ ആവുന്നുണ്ട്. അപ്പം ഡാൻഡ്രഫിൻ്റെ പ്രശ്നം നന്നായിട്ട് സോൾവ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മുടിക്ക് ഉള്ളതിനേക്കാൾ നല്ല വോളിയം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഡീസൻറ്റ് വോളിയം ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു കുറച്ചും കൂടെ വോളിയം തോന്നിക്കും ഈ ഒരു രീതിയിൽ റൈസ് വാട്ടർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. മൂന്നാമത്തെ കാര്യം, എനിക്ക് പേഴ്സണലി മുടി ഒരുപാട് ഓയിലി ആയിട്ട് കിടക്കുന്ന താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് മുടി ഉണങ്ങുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ആ ഓയിലിനെസ് ഇല്ല. മുടി ഒരു ഡീസൻറ്റ് ഷൈനിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതെനിക്കൊരു കാര്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഹെയർ ഗ്രോത്തിൻ്റെ കാര്യം, ഹെയർ ഗ്രോത്ത് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ലെങ്ത്ത് നോക്കി നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് കാണിക്കാം. ഓക്കെ, ഞാൻ ടേപ്പൊക്കെ എടുത്ത് ഞാൻ ലെങ്ത്ത് നമുക്ക് നോക്കാം. നടുക്കുന്നായിരുന്നു നേരത്തെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതുപോലൊരു സ്ട്രാൻഡ് ഇങ്ങനെ ഫ്രം ദി റൂട്ട് ഓക്കെ ഇവിടെ നിന്ന് പിടിച്ച് എത്ര ആയിട്ടുണ്ട്?
ഓൾമോസ്റ്റ് 49 ആയിട്ടുണ്ട്. കാണാമോ? 49. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് 40 ആയിരുന്നു. 49 സെൻറ്റിമീറ്ററാ. ഒരു മാസം കൊണ്ട് 9 സെൻറ്റിമീറ്റർ. ഓ, അത് കൊള്ളാം. ഓക്കെ, 9 സെൻറ്റിമീറ്റർ ഒരു മാസം കൊണ്ട്. പൊളി. ഒന്നുകൂടെ നോക്കാമായിരുന്നു, എനിക്ക് ഡൗട്ട് തീരുന്നില്ല. ഇവിടെ നിന്ന് എടുത്ത് പിടിച്ച് ഏറ്റവും നീളമുള്ളത് 49 കിടക്കുന്നത്. ഏറ്റവും നീളം കുറവുള്ളത് കിടക്കുന്നത് 48. അപ്പോൾ 48-49 ആയിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് 8-9 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് റിസൾട്ട് വന്നത്. ഒരു മാസം കൊണ്ട് വന്ന റിസൾട്ടാണെന്ന് ആലോചിക്കണം. ശരിക്കും ഒരു മാജിക്കൽ റിസൾട്ടാണ്. ഞാൻ പിന്നെയും പോയി ലെങ്ത്തൊക്കെ ഒന്നുകൂടെ നോക്കുമായിരുന്നു, എങ്ങനെ മിസ്റ്റേക്ക് പറ്റുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ലൊരു ചേഞ്ചാണ് വന്നത്. ശരിക്കും നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓരോ ആഴ്ചയിലും ചെയ്ത കാര്യങ്ങൾ, week 1, week 2, week 3 അങ്ങനെ വീഡിയോസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കാം. അതിന് ഓരോ ആഴ്ചയിൽ എന്തൊക്കെയാണ് ചെയ്തത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ റുട്ടീനായിരുന്നു ഫോളോ ചെയ്തത് ഓരോ വീക്കിലും. ശരിക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പം ഇതുപോലെ മുടിക്ക് നല്ല ലെങ്ത്ത് വെക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതി ഫോളോ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് പേഴ്സണലി എനിക്ക് മുടി കട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ മുടി വെട്ടണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുക. എന്നാലും മുടി ശരിക്കും ലെങ്ത്ത് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാനിനി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിൽ, കാരണം നമ്മുടെ ചാലഞ്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസവും ഇതുപോലെ ചെയ്തില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. പറ്റുന്ന പോലെ ചെയ്യും. അത് നന്നായിട്ട് മുടിക്ക് ലെങ്ത്ത് വെക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചാണിത്. ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് അറിയിക്കുക. എൻ്റെ കൂടെ ചാലഞ്ച് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ടൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഹോസ്റ്റലർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെയർ കെയർ റുട്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.